ഗായ്സ്, അങ്ങനെ നമ്മൾ മാജിക് മഷ്റൂം കണ്ടേക്കാണ്. നല്ല അടിപൊളി മൂവിയാണ്. അതായത് നമ്മുടെ കട്ടപ്പനയിൽ ഋത്തിക് റോഷൻ ശേഷം നാദിർഷായും നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനും കൂടി ഒന്നിക്കുന്ന പടമാണ് മാജിക് മഷ്റൂം. എന്താ പറയുക, ഞാൻ ആ സിനിമ കാണണമെന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷേ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് തോന്നി. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ പെർഫോമൻസ് ഒബ്വിയസ്ലി അടിപൊളിയാണ്. ഇപ്പോൾ ഒരു കറുത്ത നിറത്തിൽ ജനിച്ചിട്ട് റിലേഷൻഷിപ്പിലേക്ക് ആവാൻ പോകുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറേ സഫർ ചെയ്യും. അതായത് ഈ കറുപ്പും വെളുപ്പും എന്നൊക്കെ പറഞ്ഞ സംഭവം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് റേസിസം നല്ല രീതിയിലുണ്ട്. അപ്പോൾ നിനക്കൊക്കെ പെണ്ണ് കിട്ടുമോ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ കേട്ട് വന്നിട്ട് ശീലിച്ചിട്ടുള്ളവരായിരിക്കും ഈ അങ്ങനെ ഒരു സംഭവം. അത് ഇതിന് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് അതിലങ്ങനെ സംഭവം മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല രീതിയിൽ പച്ചയ്ക്ക് ജാതീയത പറയുന്നുണ്ട്, വർഗീയത പറയുന്നുണ്ട്. എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പറ്റി ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. നല്ലൊരു ഗുഡ് മെസ്സേജോടെ എൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ് നമ്മുടെ മാജിക് മഷ്റൂം. എന്തായാലും നിങ്ങൾ അത്യാവശ്യം നല്ല ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇടുക്കി പശ്ചാത്തലത്തിലാണ് സിനിമ ഉള്ളത്. അതായത് നമ്മുടെ ഇടുക്കി എന്ന് പറയുമ്പോൾ എന്തായാലും ജാഫർ ഇടുക്കി ഇല്ലാത്ത ഒരു സിനിമ ഉണ്ടാവില്ല. പക്ക അവിടുത്തെ സ്ലാങ്ങും ഒക്കെ നമുക്കറിയാം. കട്ടപ്പന ഋത്തിക് റോഷനിൽ ആ ഒരു ഇടുക്കി സ്ലാങ് പിടിച്ചിട്ട് നമ്മുടെ വിഷ്ണു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ നല്ല രീതിയിൽ എല്ലാവരും പക്ക ഇടുക്കി സ്ലാങ്ങും അതിലേക്ക് വരുന്ന നമ്മുടെ കൊച്ചി മച്ചാൻ അശോകൻ ചേട്ടൻ, നമ്മുടെ ശ്രീ അശോകൻ ചേട്ടൻ നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര വിൻറ്റേജ് ശ്രീ അശോകനായിട്ട് തോന്നി. ആളുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ പക്ക പഴയ നമ്മുടെ പഞ്ചാബി ഹൗസിലെ രമണനായിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസിന് അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ ഇടയ്ക്ക് വന്നു പോകുന്ന നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ്റെ പെർഫോമൻസ് നൈസായിരുന്നു. നല്ല രീതിയിൽ കോമഡിയൊക്കെ ആയിരുന്നു. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ആ ചേച്ചി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആൾക്ക് കുറച്ച് റോളുള്ളൂ, പക്ഷെ ആ ഒരു സീൻ അടിപൊളിയായിരുന്നു. എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ ചിരിക്കാൻ ബാക്കിയുള്ള ഒരു സാധനമുണ്ട് ആ ചേച്ചിയുടെ വക. സിദ്ധാർത്ഥ് ഭരതനും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്ക ഇതിൽ പെർഫോം ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിന്നെ പണിയിലെ നമ്മുടെ ഡേവി, ആ ചേട്ടനും നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ അച്ഛൻ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുതിയൊരു നായികയാണ് ഇത് സിനിമയിലുള്ളത്. ആളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആ ഒരു തരി മാറാതെ ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ഉൾക്കൊണ്ട് നന്നായി രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയിൽ മെയിൻ വിഷ്ണു കൃഷ്ണൻ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നായികയാണ്. നായികയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ള മൂവിയാണ്. ആളുടെ പെർഫോമൻസും ആൾക്കുള്ള എല്ലാം എന്താണോ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആൾ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻട്രോവേർട്ടായിട്ട് ഒരാൾ റിലേഷൻഷിപ്പിലേക്ക് ആവുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. നല്ല രീതിയിൽ ആളുടെ പെർഫോമൻസ് കൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മ്യൂസിക്കായാലും നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ പാട്ടൊക്കെ നൈസായിരുന്നു. അത്യാവശ്യം ഒരു ഡാൻസ്, അത്യാവശ്യം കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തിട്ട്. പിന്നെ ഇതിൽ VFX കുറേ വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു ചെറിയൊരു മലയാളം മൂവിയിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം VFX നാദർശിക ചെയ്ത് വെച്ചിട്ടുണ്ട്. മോശമല്ല. അതായത് ഒരു ഫാമിലിക്ക് വന്ന് കണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു മൂവി ഉണ്ട് ഈ ഒരു സിനിമ. എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നല്ലൊരു മൂവിയാണ്. എന്തായാലും നല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഇനി OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിലൊക്കെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ വരിക. താങ്ക് യു.